രാത്രിയിലും വളരെ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ എല്ലാവരുമായിരിക്കുക. मैं आपसे निवेदन करूंगा बड़ी प्रार्थना के वातावरण में आप लोग यहाँ बैठे हैं. വളരെ ഉയർന്ന നിലവിലുള്ള ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. मैं आपको बताऊं कि परमेश्वर की अलौकिक सामर्थ और उसकी मौजूदगी हमारे मध्य में है. 5 വയസ്സുള്ള ഒരു ബാലൻ ഇവിടെ നിന്ന് കഴിഞ്ഞാലും ദൈവം അവനെ ഉപയോഗിക്കും ഇന്ന് രാത്രിയിൽ. आज की रात ऐसी रात है कि अगर 5 वर्षीय बालक भी यहाँ पर खड़ा हो जाए तो उसको भी मेरा प्रभु बहुतायत से उपयोग में लेकर के आएगा. അതേപോലെ ആത്മസാന്നിധ്യം തിങ്ങി നിൽക്കുകയാണ്. इस तरह की अलौकिक सामर्थ यहाँ पर भरी हुई है मेरे प्रियो. ഒരു സഹോദരി ഇങ്ങനെ പറയുവാനിടയായി, അവർ ഇന്ന് രാവിലെ ഒരു ദർശനം കണ്ടു, ഈ പന്തൽ മുഴുവൻ തീ കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന്. एक बहन ने आज दिन के समय ऐसा दर्शन देखा कि इस तंबू के नीचे एक आग जल रही है. അനേകർ ആ തീക്കകത്താണ്. और अनेक लोग उस आग के दरमियान हैं. എന്നാൽ ചിലർക്ക് ആ തീക്കകത്ത് കയറാൻ കഴിയുന്നില്ല. लेकिन कुछ ऐसे भी लोग हैं जो उस आग के घेरे के बाहर है, वो अंदर नहीं आ पा रहे. എന്തൊക്കെയോ പ്രാഗൽഭ്യക്കുറവുകൾ അവരെ അതിന്റെ ഉള്ളിൽ എത്തിക്കുന്നില്ല. कुछ तो खामियां उस व्यक्ति के अंदर में है जो उस घेरे के अंदर में नहीं आ पा ഈ रहा. രാത്രിയിൽ അങ്ങനെ സംഭവിക്കരുത്. आज रात ऐसा ना हो. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ആ തീക്കുള്ളിലാകണം. मैं चाहूंगा कि यहाँ पर आया हुआ प्रत्येक शख्स उस आग के घेरे में आ जाए. എല്ലാവരുടെ മേലും ആ തീ കത്തുവാനിട വരണം. हर व्यक्ति के ऊपर में वो स्वर्गीय आग जल उठे. ഒരാൾ പോലും പുറത്തു വന്ന് കാണുവാനിട വരരുത്. उस आग के घेरे के बाहर कोई भी इंसान ना छूटे. എല്ലാവരും ആ തീയുടെ ഉള്ളിലായി തീരേണ്ടത് सब ആവശ്യമാണ്. उस अलौकिक आग के अंदर में पाए जाए. ഇത് വ്യക്തിപരമായി ഞാൻ അനേകം പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട്. और ये मैंने व्यक्तिगत रूप से कई मर्तबा इसका अनुभव किया है. ഒരിക്കൽ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ കുടുംബമായി ഒരു യോഗത്തിലായിരുന്ന സന്ദർഭത്തിൽ एक बार परिवार के साथ एक मीटिंग में जब थे, ആരാധനയുടെ മധ്യേ എന്റെ മകൾ ഒരു ദർശനം കാണുവാനിടയായി. आराधना के बीच में मेरी बेटी ने एक दर्शन देखा. അവൾ കണ്ണടച്ചല്ല കണ്ണ് തുറന്നു കാണുവാനിടയായി. और आंख बंद करके नहीं, आंख खोल करके दर्शन देखा. ദൂതന്മാർ നിന്ന് തീക്കനലുകൾ ജനത്തിന്റെ മേൽ എറിയുന്നു. उसने ये देखा कि स्वर्गदूत जो है वो अंगारे लोगों के ऊपर में फेंक रहे हैं. ചിലർ അത് പിടിച്ചെടുക്കുകയാണ്. कुछ लोग उन अंगारों को झेल रहे थे. ഞാൻ അവളോട് ചോദിച്ചു, എന്താ നീ പറഞ്ഞത്? നീ ചിലരത് പിടിച്ചെടുക്കുന്നുവോ? मैंने उससे पूछा, बेटी तुम क्या कह रही थी कि कुछ लोग उसको ले रहे थे? അതെ, അനേകർ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ പോലും ചിലരത് പിടിച്ചെടുക്കുകയാണ്. उसने कहा कि अनेक लोग वहां बैठे थे लेकिन कुछ लोगों ने उन अंगारों को लिया. ഇന്ന് രാത്രിയിലും സ്വർഗം നിങ്ങളുടെ മേൽ തീ കൊഴിച്ചിടുന്നുണ്ട്. आज रात भी वही स्वर्गीय आग आपके ऊपर में बरस रही है मेरे अजीजों. തീക്കനലുകൾ നിങ്ങളുടെ മേൽ വന്നു വീഴുന്നുണ്ട്. वे अंगारे आपके ऊपर में गिराए जा रहे हैं. आज നിങ്ങളത് रात പിടിച്ചെടുക്കുക. आपको उन अंगारों को, उन शोलों को पकड़ना है मेरे प्रियो. നിങ്ങളത് പിടിച്ചെടുക്കുക. उन शोलों को ले लो. നിങ്ങളത് പിടിച്ചെടുക്കുക. उनको ले लो. പ്രാപിക്കേണ്ടവർ പ്രാപിച്ചുകൊള്ളുക. നിങ്ങളത് जो प्राप्त പിടിച്ചെടുക്കുക. करना चाहते हैं उन आग को ले लीजिए. उन शोलों को ले लीजिए. उनको ले लीजिए. നിങ്ങളത് പിടിച്ചെടുക്കുക. उन आग को ले लो. കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തുതിച്ച് ताली बजा करके उसको महिमा दीजिए मेरे अजीजों. അതിനെ തുറന്ന് കർത്താവിനെ സ്തുതിക്കുക. सब मिलकर के मुंह खोल करके थाली बजाकर उसको महिमा दे. പിടിച്ചെടുക്കുക. वो स्वर्गीय अग्नि को ले लीजिए. സ്വർഗീയമായത് പിടിച്ചെടുക്കുക. स्वर्गीय जो आग है उसको ले लीजिए. സ്വർഗീയമായത് പിടിച്ചെടുക്കുക. जो स्वर्गीय उसको ले लो. സ്വർഗീയമായത് പിടിച്ചെടുക്കുക. जो स्वर्गीय उसको ले लो. സ്വർഗീയമായത് പിടിച്ചെടുക്കുക. जो अलौकिक है उसको ले लो. സ്വർഗീയമായത് പിടിച്ചെടുക്കുക. जो अलौकिक है उसको ले लो. ഇത് സൂപ്പർ മാർക്കറ്റുകളിൽ ലഭിക്കുകയില്ല. ये बात आपको सुपर मार्केट में, सुपर बाजार में नहीं मिलेगी. കടകളിൽ ലഭിക്കുകയില്ല. दुकानों में नहीं मिलेगी. ആശുപത്രികളിൽ ലഭിക്കുകയില്ല. अस्पतालों में नहीं मिलेगी. ഇത് ദൈവസന്നിധിയിൽ മാത്രമേ ये ലഭിക്കുകയുള്ളൂ. केवल परमेश्वर की मौजूदगी में मिलती है मेरे प्रियो. പ്രഭുച്ചോ, पा लीजिए. പ്രഭുച്ചോ. ले लो. എല്ലാ അഭിഷക്തന്മാരും പ്രഭുച്ചോ. अभिषिक्त दासगण ले लीजिए. നിങ്ങളുടെ ശുശ്രൂഷ ആഗമനം മാറട്ടെ. आपकी सेवकाई का दर्जा और स्तर बदल जाए. ആ ബ്രദർ അതേകാൽ കൊടുക്കുക. ओ रीखा मनासी अंथोरिया ला बाबा. यस यस यस. അത്ഭുതങ്ങളുടെ ഒരു പരമ്പര തന്നെ ഈ അഭിഷക്തന്മാരുടെ കൈകളിലൂടെ പുറപ്പെടുവാനിട വരും. इन अभिषिक्तों के ऊपर में परंपरा जो चमत्कार की है, आश्चर्य कर्म की, वो प्रकट हो रही है मेरे प्रियो. यस. प्रभु पा लीजिए, पा लीजिए. प्रभु ले लो, प्रभु ले लो. यस ब्रदर प्रभु पा लीजिए मेरे भाई. यस. वो आग लगी हुई है मेरे अजीजों. वो आग लगी हुई है मेरे अजीजों. उस आग के शोलों को पा लीजिए. रीखी में नेसिया
ഈ വൈദ്യുതി തന്നെ കമ്പിയിലൂടെ പുറപ്പെടുമ്പോൾ പല അളവുകളിൽ 120 220 അങ്ങനെ പല അളവുകളിൽ പുറപ്പെടാറുണ്ട്. जब बिजली उस तार से जाती है तो वो अलग अलग गति में, अलग अलग वाट में, या 40 से 60 है, 100 है, 120 की गति में जाती है. ഇന്ന് രാത്രി അതേപോലെയാണ് പരിശുദ്ധാത്മാവ് ഇതിന്റെ നടുവിൽ. आज रात्रि काल पवित्र आत्मा की सामर्थ्य भी अपनी उसी गति से यहाँ पर बढ़ रही है मेरे प्रियो. അളക്കുവാൻ കഴിയാത്ത ഒരു വോട്ടിലാണ് ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. और उसकी सामर्थ्य ऐसी जा रही है कि आप उसका आंकलन नहीं कर सकते, उसको माप भी नहीं सकोगे. തൊട്ടാൽ നിന്റെ മേൽ വ്യാപരിക്കുവാൻ പോകുകയാണ്. छू लोगे तो वो आपके ऊपर में आगी रहेगी मेरे प्रियो. തൊട്ടാൽ നിന്റെ മേൽ കറണ്ട് അടിക്കുവാൻ പോകുകയാണ്. उसको छुओगे तो आपको वो झटका लगेगा पवित्र आत्मा का. അഭിഷേകത്തിൽ ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, अभिषेक में और सामर्थ्य में सेवकाई अगर आप करना चाहते हैं, അവരെ എല്ലാം കർത്താവ് ഒരു പവർ സ്റ്റേഷൻ ആക്കാൻ പോകുകയാണ്. आप सबों को वो एक पावर स्टेशन बनाने जा रहा है. ഇന്ന് രാത്രിയിൽ ഇവിടെയുള്ള എല്ലാ പാപികളും രക്ഷിക്കപ്പെടണം. आज रात्रि काल यहाँ पर जितने भी पापी हैं वे उद्धार पाना चाहिए. എന്നാൽ ഇവിടെയുള്ള പാസ്റ്റർമാരുടെ മേൽ ഒരു തീ കത്തിയാൽ, और अगर यहाँ के पासबानों के ऊपर में अगर एक आग लग जाए, ഇവിടെ മുഴുവൻ 10,000 ആളുകളെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി, ओ यहाँ के 10,000 से भी ज्यादा लोगों को यीशु के चरणों में लाने में ये सक्षम हो जाएंगे मेरे जीजो. यस यस. फा लीजिए. അതിന് ഡിനോമിനേഷൻ വ്യത്യാസമൊന്നുമില്ല. संस्थागत अंतर कुछ भी नहीं है. 3 ഞായറാഴ്ചക്ക് മുൻപാണെന്ന് തോന്നുന്നു, ജാനുവരിയിൽ ഒരു ഞായറാഴ്ച, और 3 सप्ताह पहले जो इतवार था जनवरी में, ഞാൻ കേരളത്തിൽ ട്രിവാൻഡ്രത്തുള്ള ഒരു CSI, ഒരു CNIക്ക് തുല്യമായിട്ടുള്ള കേരളത്തിലെ CSI പള്ളിയിൽ എനിക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടി. और केरल में त्रिवेंद्रम में जिस तरह से ये CNI है, उसी तरह CSI की कलीसिया में मुझे सेवा का मौका मिला. ഞായറാഴ്ച പള്ളിക്കകത്ത് ആ ശുശ്രൂഷ നടക്കുന്നതിന്റെ ഇടയിൽ എനിക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടി. और उस कलीसिया में जो मीटिंग आराधना चल रही थी उसके मध्य में प्रचार का अवसर मुझे मिला. എന്നെ അവിടെ വിളിച്ച ആൾ എന്നോട് പറഞ്ഞു സ്തുതിയെ കുറിച്ച് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. और जिन्होंने मुझे आमंत्रित किया था उन्होंने मुझसे ये निवेदन किया कि आप स्तुति के बारे में बतलाएं. ഞാൻ സ്തുതിയെ കുറിച്ച് പ്രസംഗിച്ചു. उस आराधना या स्तुति के बारे में मैंने प्रचार ആ किया. പള്ളിയിലുള്ളവർക്ക് ആർക്കും സ്തുതിക്കാൻ അറിയത്തില്ല. कलीसिया में स्तुति या आराधना करना मालूम नहीं था. പക്ഷെ പ്രസംഗം തീരുന്നതിന് മുമ്പ് ആളുകൾ സ്തുതിക്കാൻ തുടങ്ങി. लेकिन प्रचार समाप्त होने से पहले वहां के लोग आराधना करना शुरू किए मेरे प्रियो. സ്തുതിക്കുവാൻ തുടങ്ങിയപ്പോൾ वे जब स्तुति शुरू किए, കിഡ്നി സ്റ്റോൺ ഉള്ള ഒരു പെൺകുട്ടി മുന്നോട്ട് ഓടി വന്നു. एक बच्ची जिसको किडनी में पत्थरी था वो सामने आई. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ उसके लिए जब दुआ की गई, അത്ഭുതകരമായി യേശു അവളെ തൊട്ടു. आश्चर्यजनक तरीके से यीशु ने उसको स्पर्श दिया. ഇവളെ സൗഖ്യമാക്കുന്ന സമയത്ത് और जब वो बच्ची चंगी हो रही थी, അപ്പുറത്തൊരു പെൺകുട്ടി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. दूसरी तरफ दूसरी एक बेटी ने पवित्र आत्मा की सामर्थ को पाया. ഇത് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലല്ല നടക്കുന്നത്. ये असेंबलीज ऑफ गॉड चर्च में नहीं हुआ, CNI CSI ചർച്ചിലാണ് നടക്കുന്നത്. लेकिन CSI कलीसिया के अंदर में हुआ मेरे अजीजों. പള്ളിക്കകത്താണ് നടക്കുന്നത്. और ये चर्च के अंदर में हो रहा है. ഇവൾ ഇവിടെ അഭിഷേകം പ്രാപിച്ചപ്പോൾ इस बच्ची ने जब यहाँ अभिषेक पाया, അപ്പുറത്ത് ഒരു പെൺകുട്ടിയിൽ നിന്ന് ഭൂതമിളകി. दूसरी तरफ दूसरी एक बच्ची के शरीर से दुष्ट आत्मा निकल गई. ആ പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യം ഒരു ഭൂതമിളകി. उस कलीसिया के इतिहास में पहली बार एक भूत या प्रेत आत्मा निकली. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മിണ്ടാതിരിക്കുന്ന ഒറ്റ വിശ്വാസി പോലും എല്ലാവരും യേശുവിന്റെ രക്തമൊക്കെ പറയാൻ തുടങ്ങി. तब हमको समझ में आ गया कि जो अमूमन शांत रहते थे वो यीशु के लहू और उसकी सामर्थ्य में जय जयकार करने लगे मेरे प्रियो. പ്രിയ പാസ്റ്റേഴ്സേ, പരിശുദ്ധാത്മാവിന് ഡിനോമിനേഷൻ ഇല്ല. परमेश्वर के दास लोगों, पवित्र आत्मा की कोई संस्था नहीं होती. പരിശുദ്ധാത്മാവ് അസംബ്ലീസ് ഓഫ് ഗോഡ് അല്ല. और पवित्र आत्मा असेंबलीज ऑफ गॉड नहीं है. പരിശുദ്ധാത്മാവ് CNI അല്ല. पवित्र आत्मा CNI नहीं है. പരിശുദ്ധാത്മാവ് IPC അല്ല. पवित्र आत्मा IPC नहीं है. പരിശുദ്ധാത്മാവ് ഇൻഡിപെൻഡന്റ് അല്ല. पवित्र आत्मा कोई स्वतंत्र नहीं है. പരിശുദ്ധാത്മാവ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവമാ. पवित्र आत्मा इस पूरे ब्रह्मांड का रचयिता परमेश्वर है. ആരൊക്കെ തടഞ്ഞാലും അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും പരിശുദ്ധാത്മാവ് വരും. Praise the Lord. चाहे कोई कितना भी रोकने का प्रयास करे, अंतिम दिनों में ये पवित्र आत्मा की सामर्थ सबों के ऊपर में उंडेली जाएगी. हालो बेटे,
ചെറുപ്പക്കാരുടെ മേലെല്ലാം തീ വരട്ടെ. नौजवानों के ऊपर में आग बरसने पाए. മക്കളെ പെൺകുട്ടികളെല്ലാം പ്രാപിക്കട്ടെ. ओ बेटियों आपके ऊपर में अभिषेक उतरने पाए. പരിശുദ്ധാത്മാവിന്റെ തീ വരട്ടെ. पवित्र आत्मा की आग को पा लीजिए. ഓരോ സഹോദരിമാരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ തീ വരട്ടെ. बहनों के ऊपर में पवित्र आत्मा बरसने पाए. ഓരോ സഹോദരന്മാരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ തീ വരട്ടെ. एक भाइयों के ऊपर में पवित्र आत्मा की सामत बह निकले. വെറുതെ ഇരിക്കരുത്. कोई भी ऐसा ना बैठे. ഈ രാത്രി നിന്റെ രാത്രിയാ. आज की रात आपकी रात है. ഈ രാത്രി ദൈവ പ്രവൃത്തിയുടെ രാത്രിയാ. आज की रात परमेश्वर के कार्य की रात है. അസേരകളിൽ ഇരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ സ്പർശനം ഉണ്ടാകട്ടെ. कुर्सी के ऊपर बैठे हुए लोगों के ऊपर में पवित्र आत्मा का स्पर्श पड़े. കൊച്ചു കുഞ്ഞുങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ സ്പർശനം ഉണ്ടാകട്ടെ. छोटे ഈ രാത്രിയിൽ പ്രവചിക്കേണ്ടവർ പ്രവചിച്ചോ. और जिसको नबूवत की आत्मा भविष्यवाणी की आत्मा मिले बोले നിന്റെ സമയം വന്നിരിക്കുകയാണ്. जो कि तेरा समय है ये. നിന്നെ ഇനി പിടിച്ചിടുവാൻ ആർക്കും കഴിയുകയില്ല. अब कोई भी तुझे बांध के नहीं रख पाएगा. നിന്നെ ഇനി പൂട്ടിയിടുവാൻ ആർക്കും കഴിയുകയില്ല. कोई भी अब तुझे बांध नहीं पाएगा. നിന്നെ കെട്ടിയിട്ട കെട്ടുകളെല്ലാം പൊട്ടിച്ചു നീ പുറത്തു വരികയാണ്. जितने भी जंजीरें जो रस्सियां हैं वे बंधन सारे खुल गए. കാരണം നിന്റെ സീസൺ വന്നിരിക്കുന്നു. क्योंकि ये तेरी ऋतु है. നിന്റെ പ്രവചനത്തിന്റെ സീസൺ വന്നിരിക്കുന്നു. तेरे भविष्यवाणी का मौसम है. നിന്റെ ശുശ്രൂഷയുടെ സീസൺ വന്നിരിക്കുകയാണ്. तेरे सेवकाई का मौसम है. അതിനാൽ പ്രാപിച്ചോ. पा लीजिए. Yes. ഈ പട്ടണത്തിന്റെ സീസൺ വന്നിരിക്കുന്നു എന്ന് ഞാൻ ഇന്ന് രാത്രി പ്രവചിക്കുകയാണ്. और आज मैं भविष्यवाणी कर रहा हूँ इस शहर का मौसम इस शहर का Yes, ऋतु Pastor. आ गया. റായ്പൂരിന്റെ സീസൺ വന്നിരിക്കുന്നു. रायपुर का मौसम आ गया. प्रभुचो फालो प्रभुचो फालो प्रभुचो फालो प्रभുचോ फालो പ്രഭുചോ फालो പ്രഭുചോ फालो. നിന്നെ ഇനി തടഞ്ഞു വെക്കുവാൻ കഴിയുകയില്ല. अब आपको कोई बांध के नहीं रख पाएगा. നിന്റെ വായിനെ അടച്ചു വെക്കുവാൻ കഴിയത്തില്ല. तू अपने मुंह को बंद नहीं रख पाएगा. നിന്റെ വാ തുറക്കുവാൻ പോകുകയാണ്. तेरा मुंह खोलने जा रहा है. സ്വർഗ്ഗമാണ് നിന്റെ വാ തുറക്കാൻ പോകുന്നത്. वो स्वर्ग तेरे मुंह को खोल रहा है. നീ വിവിധ ജാതികളോട് പ്രവചിക്കാൻ പോകുകയാണ്. अन्य अन्य जातियों में तू भविष्यवाणी करेगा. വിവിധ രാജാക്കന്മാരോട് പ്രവചിക്കുവാൻ പോകുകയാണ്. बड़े बड़े उच्च अधिकारियों राजाओं के बीच में तू भविष्यवाणी करेगा. നിനക്കിനി അനേകം രാജ്യങ്ങളോട് പ്രവചിക്കുവാനുണ്ട്. कई देशों के लिए तेरे पास नबूवत होगी. ഇന്ന് പ്രഭുചോ फालो Rama Rama Satara Alma Satara Dara Diarthana Aha Dara Diarthana നീ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. तुम उत्तर दक्षिण पूर्व पश्चिम में देखो. നീ കാണുന്ന ദേശം ഞാൻ നിനക്ക് അവകാശമായി തരുവാൻ और പോകുന്നു. जो देश में तुम्हें दिखाने को हूँ मैं उसके ऊपर तुम्हारा अधिकार दूंगा. നീ കാണുന്ന ദേശം ഞാൻ അവകാശമായി തരാൻ और പോകുകയാണ്. जो देश जो तुम देख रहे हो उसके ऊपर में आपका वश होगा. നീ കാണുന്ന ജനത്തെ ഞാൻ നിനക്ക് അവകാശമായി തരാൻ जिन പോകുകയാണ്. लोगों को तुम देखोगे मिलोगे वो तुम्हारे अधीनता में हो जाएंगे. നീ കാണുന്ന ജാതിയെ ഞാൻ നിനക്ക് അവകാശമായി തരാൻ तुम പോകുകയാണ്. जिन जिन जातियों से मिलोगे उनके ऊपर में तेरा कब्जा होगा. നീ ഇനി പരാജയമല്ല കാണാൻ പോകുന്നത്. अब तू कोई असफलता का नहीं घोषणा करेगा. പ്രഭുചോ फालो फालो പ്രഭുചോ फालो പ്രഭുചോ फालो പ്രഭുചോ फालो പ്രഭുചോ फालो ബ്രദർ വിൽസൺ പ്രഭുചോ ओ फालो പ്രഭുചോ फालो. നിന്റെ വാ തുറപ്പിക്കുകയില്ലെന്ന് പറഞ്ഞവരുടെ മുൻപിൽ നിന്റെ വാ വിശാലമായി തുറക്കുവാൻ പോകുന്നു. जहाँ पर तेरे मुंह को बंद कर रखा गया था उन जगहों में तू अपने मुंह को खोल करके अपने उस सामर्थ्य को प्रदर्शित करने का समय है. यस मैंने खेलिया सामर्थ्य का समय है. अनुकूल समय आपका है. ये मौसम आपका है मेरे प्रियो. ये ऋतु आपकी है. इस शहर के ऊपर में अधिकार आपका है. ओ रीठा मनसिया धुरिया ഇന്ന് ഇവിടെ ഞങ്ങൾ
നിശബ്ദമായിരുന്നു കഴിഞ്ഞാലും ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. आज अगर इस रात हम चुप भी खड़े रहें तो भी पवित्र आत्मा अपना कार्य करती रहेगी. വചനത്തിൽ പറയുന്നത് പോലെ എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ വാ തുറന്നു സംസാരിച്ചു. और वो वचन ऐसा कहता है कि अपने ध्यान में जब मैंने ध्यान दिया उस वचन में से भी वो आग बरसने लगी. मेरे प्रियो, നിങ്ങൾ ഇവിടെ മിണ്ടാതിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും, अगर आप यहाँ पर चुप बैठने का भी प्रयास करेंगे, നിങ്ങൾക്ക് അത് കഴിയത്തില്ല. आपसे हो नहीं पाएगा. കാരണം ഉള്ളിൽ കത്തുന്ന തീ നിന്റെ വായിലൂടെ പുറത്തു വരുവാനുണ്ട്. क्योंकि तेरे अंदर जो आग लगी हुई है वो आग तेरे मुंह से निकल करके शब्दों में परिवर्तित हो जाएगी. यस, നിങ്ങൾ വായിച്ചിട്ടില്ലേ? क्या आपने पढ़ा नहीं? തമ്പുവിന്റെ അകത്ത് തേജസ് ഇറങ്ങിയപ്പോൾ ശുശ്രൂഷകന്മാർക്ക്, പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന്. तंबू के अंदर में जब परमेश्वर का तेज या उसकी महिमा जब प्रकट हुई, अभिषिक्त लोग, याजक लोग सेवकाई नहीं कर पाए. അതാ ഇപ്പൊ രാത്രി സംഭവിക്കുന്നത്. वही आज रात हो रहा है. ഇവിടെ ശുശ്രൂഷിക്കാൻ വേറൊരാൾ വന്നിട്ടുണ്ട്. जो कि यहाँ पर सेवकाई करने के लिए एक और शख्स मौजूद है. ഇന്ന് രാത്രി ഫിന്നി സ്റ്റീഫനോ വർഗീസ് ചാക്കോ ഒന്നും അല്ല ഇവിടെ ശുശ്രൂഷിക്കുന്നത്. आज रात यहाँ पर फिनी स्टीफन या वर्गीस चाको नहीं है. സ്വർഗ്ഗത്തിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. स्वर्ग से एक शख्स उतर आया है ആ മഹിമ നിന്നെ മൂടുകയാണ്. और उसकी महिमा से तुझे वो थाम रहा है. आज रात को പ്രാപിക്കേണ്ടവർ പ്രാപിച്ചോ. जिसको पाना वो महिमा पाले. पालो. തൊടട്ടെ. आग का गोला आपके ऊपर में, वो सामत आपके ऊपर में. मेरे उस सामत को ले लो. स्पर्श को ले लीजिए. खा लीजिए. उस सामत को ले लो. പരിശുദ്ധാത്മാവിനാൽ നിറയേണ്ടവരുണ്ടെങ്കിൽ നിറഞ്ഞോ. पवित्र आत्मा से भरना चाहते भर जाओ. പ്രാപിച്ചോ. खा लीजिए. നിന്റെ അവസരമാണ് വന്നിരിക്കുന്നത്. നിന്റെ അവസരമാണ് വന്നിരിക്കുന്നത്. अब ये तेरा मौका है, तेरा अवसर है. കാര്യമില്ല. और आपको शर्माने की जरूरत नहीं, നാളെ നിനക്കുള്ളതല്ല. क्योंकि कल आपका नहीं है. ഇന്ന് രാത്രിയിൽ പ്രാപിച്ചോ. आज रात तेरी है. पाले. പന്തലിൽ ആരും വേണ്ട. कोई नहीं चाहिए. പന്തലിനകത്ത് തീ കത്തിക്കൊണ്ടിരിക്കും. और टेंट के अंदर में, तंबू के अंदर में आग है. ഗ്രൗണ്ടിലേക്ക് തീ കത്തിപ്പെടട്ടെ. ग्राउंड में फैल रही है. എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ്. और भाइयों के ऊपर में पवित्र आत्मा की सामत है. കസേരയിൽ ഇരിക്കുന്നവരൊക്കെ വായുണ്ടെങ്കിൽ വാ തുറക്ക്. अपने मुंह को खोल करके उसको इनकार करिए. കൈയുണ്ടെങ്കിൽ കൈയടിക്ക്. ताली बजाना चाहे ताली बजाइए. നഷ്ടമൊന്നുമില്ല. हल्लेलुया बोलने में आपका कोई नुकसान नहीं है. ഹല്ലേലൂയ പറഞ്ഞ നിനക്ക് ഗുണമാ. और हल्लेलुया बोलने से तुझे फायदा ही होगा. നിനക്കത് അനുഗ്രഹമാ. तेरे जीवन में आशीष होगी. യേശ് വാ തുറക്ക്. खा लीजिए. मुंह खोलिए. मुंह खोलिए. നിന്റെ സ്കൂട്ടറിൽ പരിശുദ്ധാത്മാവ് വരാൻ വിശ്വസ്തനാണ്. और तेरे जीवन में वो पवित्र आत्मा देने में सक्षम है. നിന്റെ കാറിലും പരിശുദ്ധാത്മാവ് വരുവാൻ तेरे വിശ്വസ്തനാണ്. कार में वो पवित्र आत्मा देगा. എവിടെയായിരിക്കുമോ അവിടെ നിന്നെ തൊടുവാൻ और വിശ്വസ്തനാണ്. जहाँ जहाँ वहाँ पर तेरी पवित्र आत्मा की सामत पहुंचेगी. കാരണം ഇന്നിവിടെ യേശു വന്നിട്ടുണ്ട്. जो कि यहाँ पर यीशु मसीह है. യേശു റായ്പൂരിൽ വന്നിട്ടുണ്ട്. यीशु मसीह रायपुर में है. സൗഖ്യം വേണ്ടവർ സൗഖ്യം പ്രാപിച്ചോ. जिनको चंगाई चाहिए वो चंगाई ले ले. വിടുതൽ വേണ്ടവർ വിടുതൽ പ്രാപിച്ചോ. जिसको छुटकारा चाहिए छुटकारा ले ले. യേശു ഇവിടെ വന്നിട്ടുണ്ട്. जो कि यीशु यहाँ पर है. യേശുവാണ് നിന്നെ തൊടുന്നത്. यीशु तुझे छू रहा है. ഒതുക്കി വെക്കണ്ട. പ്രാപിച്ചോ. खा लीजिए. खा लीजिए. खा लीजिए. ये आपका समय है. खा लीजिए. ജീവിതത്തിലെ നഷ്ടങ്ങളുടെ കണക്ക്, ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നഷ്ടങ്ങളുടെ ലോസ്
ലോസസിന്റെ आपके जीवन में जितना भी नुकसान का हिसाब है, കർത്താവ് അത് മാറ്റുവാൻ ആഗ്രഹിക്കുകയാണ്. मेरा प्रभु नुकसान को दूर करना चाहता है। ഇന്ന് നീ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുകയാണെങ്കിൽ आज रात अगर एक आश्चर्य की तू चिंता अगर सोच रहा है, ഒരു പുതിയ ജീവിതം പോലെ നിനക്ക് കർത്താവ് മടക്കി തരാൻ പോകുകയാണ്. एक नव जीवन मेरा खुदा तुझे वापस देने जा रहा है। നിന്റെ നഷ്ടങ്ങൾ കർത്താവ് പരിഹരിക്കാൻ പോകുകയാണ്. तेरे नुकसान की भरपाई वो करेगा രക്ഷപ്പെടുകയെന്ന് പറയുന്ന ഇടത്ത് കർത്താവ് നിന്നെ രക്ഷിക്കുവാൻ പോകുകയാണ്. और उद्धार में तेरे को परमेश्वर वो उद्धार देने जा रहा है। പ്രാപിച്ചോ. अभी पा लीजिए। നിനക്കൊരു അത്ഭുതമുണ്ട്. ഇന്ന് നിനക്കൊരു അത്ഭുതമുണ്ട്. तेरे जीवन में एक आश्चर्य कर्म है आज। ഇന്ന് നീ അത് വിശ്വസിക്കുകയാണെങ്കിൽ अगर तू विश्वास करती है, നിനക്കൊരു അത്ഭുതം ഇന്നുണ്ട്. एक आश्चर्य कर्म तेरे മനുഷ്യന് जीवन में, പരിഹരിക്കുവാൻ കഴിയാത്തത് और जो इंसान जिस बात का निराकरण नहीं कर सकता, ദൈവം പരിഹരിക്കുവാൻ പോകുകയാണ്. मेरा प्रभु उसका निराकरण करने जा रहा है। ഇത്രയും പേരുടെ ഇടയിൽ നിന്ന് കർത്താവ് നിന്നെ തൊടുകയാണ്. इतने लोगों के बीच में से मेरा प्रभु तुझे छू रहा है। വിശ്വസിച്ച് സ്വീകരിച്ചോ. विश्वास करके पा लीजिए। പ്രാപിച്ചോ. पा लीजिए। പ്രാപിച്ചോ. पा लो। പ്രാപിച്ചോ. पा लो। पा लीजिए। തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നിന്നാണ് നാം ഈ ശുശ്രൂഷകളുടെ സമാപന സെഷൻ ആരംഭിച്ചത്. और समापन या अंतिम पड़ाव के सेशंस को हमने पहले थिस्सलुनीकी की पत्री उसके 5वें अध्याय के 19वें वचन से शुरू किया था। പരിശുദ്ധാത്മാവിനെ ആത്മാവിനെ കെടുത്തരുത്. आत्मा को ना बुझाओ। അതായിരുന്നു പൗലോസ് കൊടുത്ത സന്ദേശം. पौलुस ने यही संदेश दिया। ആത്മാവിനെ കെടുത്തരുത് എന്ന് പറയുന്നതിനാൽ आत्मा को नहीं बुझाने का तात्पर्य പരിശുദ്ധാത്മാവ് ഉള്ള എല്ലാവരുടെയും ഉള്ളിൽ പരിശുദ്ധാത്മാവ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. जिनके अंदर में पवित्र आत्मा की सामर्थ है, वो सामर्थ की आग निरंतर जलती रहना നീ चाहिए। യേശുവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ अगर तेरे जीवन में यीशु है, നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. तेरे अंदर में पवित्र आत्मा है, നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുള്ളതിനാൽ और पवित्र आत्मा चूंकि तेरे अंदर ആത്മാവ് है, നിന്റെ ഉള്ളിൽ കത്തുകയാണ്. वो जंजीर, वो रस्सी टूटने पाए। ओ सब प्रार्थना करते रहे, कोई दर्शक बन के ना बैठे। उसको कोई बहन पकड़ करके लाए। അത്ഭുതം സംഭവിക്കട്ടെ. एक आश्चर्य कर्म होने पाए। കാര്യം ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അവൾ പറയുന്ന അന്യഭാഷ കേട്ടോ. जो भी हो, लेकिन वो बोल अन्य भाषा रही है। ഒരു പക്ക വില്ലേജിൽ നിന്നുള്ളവരെ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. और गांव के लोगों को पवित्र आत्मा छू रही है मेरे प्रियो। അവരുടെ മേലുള്ള കെട്ടുകൾ അഴിയുകയാണ്. और इसके शरीर में जो बंधन है वो भी टूट गए हैं। ഇതുപോലെ കത്തിച്ചു വിടുകയാ. इसी तरीके से आग लगा करके भेज रहे हैं। സ്വർഗത്തിന്റെ കൊടിലുകൊണ്ട് സ്വർഗം എടുത്ത് ഓരോ വില്ലേജുകളിലേക്ക് എറിയാൻ പോകുകയാ. और स्वर्ग से वो आग उतर करके आग लगा करके एक एक गांवों में भेजा जाएगा। ഏതോ പക്ക ഈ കയ്യിലും കഴുത്തേലും കണ്ടു കഴിഞ്ഞാൽ गांव से आई हुई ये महिला है। കയ്യിലും കഴുത്തേലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. इसके गांव, इसके गले में, इसके हाथों में जो सब बना हुआ पहना हुआ, उससे अंदाज लगा सकते हैं। സാധാരണ ഗാവിൽ നിന്നുള്ള വ്യക്തിയാണ്. और एक साधारण गांव से आई हुई महिला है। റായ്പൂരിലുള്ളവരെ റായ്പൂരിൽ ചിലത് സംഭവിക്കാൻ പോകുകയാ. रायपुर वासियों, रायपुर में कुछ होने जा रहा है। ഇവിടെ റെയിൻഹാർഡ് ബോങ്കയോ ബെന്നിഹിന്നോ ഒന്നും വരേണ്ട കാര്യമില്ല. यहाँ पर रेनॉल्ड बोंगे और बेनी हिन जैसे लोगों के आने की जरूरत नहीं है। എഴുത്തും വായനയും അറിയാത്ത ഇവരുടെ മേൽ തീ ഇറങ്ങിയാൽ മതി. जिसको लिखना पढ़ना भी नहीं आता, उनके ऊपर में ये आग बरस जाए तो ये काफी है। उस बच्ची के ऊपर में സാധാരണ എഴുത്തും വായനയും അറിയാത്തവരുടെ മേൽ ഈ ആത്മശക്തി വരുമ്പോൾ
जिनको लिखना और पढ़ना भी नहीं आता, जब उनके ऊपर में ये अलौकिक सामर्थ्य जब उतरती है, അവരുടെ ഗ്രാമങ്ങളിൽ അവർ തൊടുന്നവരുടെ മേൽ ഈ ആത്മശക്തി ഇറങ്ങാൻ പോകുകയാണ്. वो अपने गांव में जब जाएंगे, अपने गांव वासियों को ऐसा स्पर्श भी करेंगे तो वहां पर छुटकारे होंगे. यस, परमेश्वर की आत्मा छू रही है इसको. ये गांव से आई हुई महिला, ये साधारण सी स्त्री, इसके ऊपर में वो स्वर्गीय आग. उठा लीजिए, उठा लीजिए, हालो उठा लीजिए. वो स्वर्गीय आग, हालो 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 हालो, लीजिए, मुंह खोल करके उसको स्वीकार करिए. यस, ले लो ले लो ले लो. वो ഇവരെയാ കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നത്. ऐसे लोगों को मेरा प्रभु इस्तेमाल करने जा रहा है. നമുക്കൊരിക്കലും ചെന്ന് ചേരുവാൻ കഴിയാത്ത ഗ്രാമങ്ങളിൽ, और हम जिस गांव में कभी पहुंच भी नहीं पाएंगे, ഇവർ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. लेकिन ये लोग जाएंगे, मुर्दों में जी उठेंगे. ये रीखी में नसियंथुरिया लाराबाश केलारा. यस, यस, മനുഷ്യരെ മാത്രമല്ല, केवल इंसानों को ही नहीं, ചത്ത ആടിനെ ഇവർ ഉയർത്തെഴുന്നേൽപ്പിക്കും. मरी हुई बकरी को भी ये चिल्ला उठेंगे. ചത്ത പശുവിനെ ഇവർ मरे हुए जानवरों को भी छुएंगे, वे जिंदा उठेंगे. നിന്നെ പട്ടണവാസികൾക്ക് ആടൊന്നും ഒരു പ്രശ്നമല്ല, क्योंकि शहर के लोगों को बकरी वकरी बोलने से कोई मतलब नहीं है. പക്ഷെ ഗ്രാമവാസികൾ ഒരാട് കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ ജീവിക്കുന്നത്. लेकिन एक गांव का रहने वाला उस बकरी के बदौलत ही अपने जीवन को जीता होगा. അവൻ ഒരു ആട് ജാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യമാണ്. उसके जीवन में अगर एक बकरी मर जाए तो बहुत बड़ी बात है. അങ്ങനെ ചത്തതിനെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി ഇവരെ കർത്താവ് ഉപയോഗിക്കാൻ പോകുകയാണ്. ऐसे मरे हुओं को जिंदा करने के लिए ये साधारण लोगों के ऊपर यीशु मसीह की सामर्थ उतरेगी. ചത്ത ഗ്രാമങ്ങൾ ഉയർത്തെഴുന്നേൽക്കട്ടെ. और मरे हुए गांव जी उठे. ചത്ത മനുഷ്യർ ഉയർത്തെഴുന്നേൽക്കട്ടെ. मरे हुए इंसान जी उठे. ചത്ത പ്രമാണിമാർ ഉയർത്തെഴുന്നേൽക്കട്ടെ. और बड़े बड़े वो जो व्यवस्थापक है वो जी उठे. മരിച്ചുപോയ പട്ടണങ്ങൾ ഉയർത്തെഴുന്നേൽക്കട്ടെ. मरे हुए नगर जी उठे. ഇന്ന് രാത്രി ഇവിടെ ഉയരുന്ന ശബ്ദത്തെ തകർക്കാൻ ചുറ്റുപാടുമുള്ള ഒരു ശബ്ദത്തിനും കഴിയത്തില്ല. आज रात्रि काल जो आवाज यहाँ पर गूंज रही है, इस आवाज को दबाने का प्रयास यहाँ से बाहर की कोई भी शक्ति नहीं कर पाएगी. അവിടെ എത്ര വെടിക്കെട്ട് നടന്നാലും അതിനും വെല്ലുന്ന ശബ്ദം ഇവിടെ ഉയരുകയാണ്. बाहर बड़े बड़े पटाखे धमाके हो तो पर भी यहाँ की ध्वनि में, यहाँ की आवाज में उन पटाखों की आवाज भी दब जाएगी. നിന്റെ വായെ കർത്താവ് തുറക്കുകയാണ്. क्योंकि परमेश्वर आपके मुंह को खोल रहा मेरे प्रियो. പിടിച്ചെടുക്കേണ്ടവർ പിടിച്ചെടുത്തോ. जिसको पाना है वो पाले. കർത്താവ് പകരുന്നത് പിടിച്ചെടുത്തോ. मेरा प्रभु जो उंडेल रहा है उसको हासिल कर लो. കൃപകളെ പിടിച്ചെടുത്തോ. वरदानों को ले लो. അഭിഷേകത്തെ പിടിച്ചെടുത്തോ. अभिषेक को ले लो. സൗഖ്യത്തെ പിടിച്ചെടുത്തോ. अपनी चंगाई को ले लो. തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്ന് ആത്മാവിനെ കെടുത്തരുത് എന്ന് പറഞ്ഞാണ് ആരംഭിച്ചത്. थिस्सलुनीके की पत्री में शुरुआत में उसने ये कहा कि आत्मा को ना बुझाओ. പലയിടങ്ങളിലൂടെ നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ യാത്ര ചെയ്തു. और इस सफर में हमने कई पड़ाव से होकर के गुजरे. ഇന്ന് രാത്രിയിൽ ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന മുറിയിൽ ഒരുങ്ങിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ और सेवकाई के लिए जिस कमरे में मैं तैयार हो रहा था, കർത്താവിനോട് പറഞ്ഞു, തീഗോളം എന്നുള്ളൊരു വാക്ക് നീ കേട്ടിട്ടുണ്ടോ? और मुझसे मेरे प्रभु ने पूछा, आग का गोला, ये शब्द तूने कभी सुना है क्या? ഞാൻ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ടിട്ടുള്ള പദമാണ് തീഗോളം. और मैंने सुना हुआ है कि आग का गोला. എന്തിനു വേണ്ടിയാണ് കർത്താവ് അതെനിക്ക് തന്നത് ബോധ്യം തന്നതെന്ന് അറിയത്തില്ല. मुझे नहीं मालूम कि मेरे प्रभु ने मुझसे ये एहसास क्यों कराया. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു. लेकिन जब मैं यहाँ पर आया तो मैं समझ पाया. ഇന്ന് നീ ഒരു തീഗോളത്തിന്റെ നടുവിലാണ് ആയിരിക്കുന്നത്. क्योंकि आज आप एक आग के गोले के बीच में है. हालेलुया. आमेन. Praise God. वाह Oh. वाह Oh. वाह वाह देखिए मैंने वाह 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 ബാബാ ബാബാ നാദിനി ലബാന രാമാധുനാദികൾക്കര. ഭൂമിയുമായുള്ള ബന്ധത്തിൽ
ഭൂമിയുമായുള്ള ബന്ധത്തിൽ पृथ्वी से संबंधित 4 പ്രധാനപ്പെട്ട എലമെന്റ് ഉണ്ട്. 4 प्रमुख तत्व होते हैं. ഒന്ന് എർത്ത്, एक तो पृथ्वी, 2 വായു, दूसरा वायु, 3 വെള്ളം, तीसरा पानी 4 ഫയർ. और दूसरी है चौथी है आग. മനുഷ്യന്റെ പാർപ്പുമായി ബന്ധപ്പെട്ട് ഈ 4 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. और इंसान के साथ भी ये चारों मुख्य तत्व संबंध रखते हैं. ഇതിൽ ഫയറിന്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്താണെന്ന് അറിയാമോ? इसमें आग की जिम्मेदारी क्या है? ഫയർ ഈസ് ദ സോഴ്സ് ഓഫ് എനർജി. और जो ये आग है ये ऊर्जा का स्रोत है. ഊർജത്തിന്റെ സ്രോതസ്സാണ് ഫയർ എന്ന് പറയുന്നത്. और ये जो आग होता है वो ऊर्जा का स्रोत होता है. നിന്റെ ജീവിതത്തിൽ ഒരു ഊർജത്തിന്റെ സ്രോതസ്സായി പരിശുദ്ധാത്മാവിന്റെ തീ വരികയാണ്. तेरे जीवन में भी एक ऊर्जा के स्रोत की तरह परमेश्वर की अलौकिक पवित्र आत्मा की सामर्थ आ रही मेरे प्रियो. ഇവിടെ ഇരിക്കുന്ന സകല ശുശ്രൂഷകന്മാർക്കും ശുശ്രൂഷയിൽ ഊർജത്തിന്റെ സ്രോതസ്സായി പരിശുദ്ധാത്മാവിന്റെ ഫയർ. यहाँ पर जितने भी सेवक लोग बैठे हैं उनके ऊपर में भी पवित्र आत्मा की अभिषेक की सामर्थ एक नई ऊर्जा शक्ति के रूप में आ रही है. മറ്റൊരു വാക്കെന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തന്നു. और एक वचन पवित्र आत्मा ने मेरे हृदय में दिया. ഫയറുമായുള്ള ബന്ധത്തിൽ आग से संबंधित ഒരു വാക്ക് കൂടെ പ്രധാനപ്പെട്ടതാണ്. और एक मुख्य वचन है. ഇന്ധനം എന്ന ഒരു വാക്ക്. वो ईंधन कहलाता है. ഇന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ईंधन का मतलब കാറിനെ സംബന്ധിച്ചിടത്തോളം जंगल से संबंध अगर हम रखें, कार से संबंध, കാർ ഓടണമെന്നുണ്ടെങ്കിൽ अगर कार चलना है ഇന്ധനം ആവശ്യമാണ്. उसके लिए ईंधन की आवश्यकता है. കാറിന്റെ ഇന്ധനം എന്താണ്? और कार में जो डाला जाता है वो ईंधन क्या है? പെട്രോൾ ആണ്. पेट्रोल है. പക്ഷേ പെട്രോൾ ആയിട്ടിരുന്നു കഴിഞ്ഞാൽ കാർ ഓടത്തില്ല. और अगर पेट्रोल की तरह रहेगा तो कार चलना संभव नहीं है. എഞ്ചിൻ ചലിക്കണമെന്നുണ്ടെങ്കിൽ अगर ये ईंधन अगर चलना है, ഈ പെട്രോളിനെ കാറിനകത്ത് ഫയർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. और ये पेट्रोल जो है कार के अंदर जाकर के आग के रूप में, घर्षण के रूप में तब्दील होता है. കാർ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ और अगर कार में सफर करना है, പെട്രോൾ എന്ന ലിക്വിഡ് മാത്രം പോരാ, केवल पेट्रोल जो तरल तत्व है वो नहीं, ആ ലിക്വിഡിനെ ഫയർ ആക്കി മാറ്റേണ്ടത് ആവശ്യമാണ്. लेकिन उस तरल पदार्थ को आग के रूप में तब्दील करने की जरूरत है. ഈ പെട്രോൾ എഞ്ചിനകത്ത് ചെല്ലുമ്പോൾ, और ये पेट्रोल जब इंजन के अंदर जाता है അത് ഫയർ ആയി കൺവേർട്ടഡ് ആകുമ്പോൾ, और वो घर्षण में जब वो आग के रूप में बदलता है, അതിൽ നിന്ന് വ്യാപരിക്കുന്ന ഹീറ്റിന്റെ പവർ കൊണ്ടാണ് കാർ ഓടുന്നത്. और उससे जो ऊष्मा निकलती है, ऊर्जा निकलती है, उससे ये कार भागती है मेरे प्रियो. ഒരു കാറിനേക്കാൾ വേഗത്തിൽ, एक कार से भी ज्यादा द्रुत गति ഒരു में, ബസ്സിനേക്കാൾ വേഗത്തിൽ, एक बस से भी ज्यादा ഒരു तेज, ട്രെയിനിനേക്കാൾ വേഗത്തിൽ, एक ट्रेन से भी ज्यादा गति ഒരു में, ഫ്ലൈറ്റിനേക്കാൾ വേഗത്തിൽ और एक हवाई जहाज से भी ज्यादा तेज കർത്താവ് നിന്നെ പറപ്പിക്കാൻ പോകുകയാണ്. मेरा प्रभु तुझे उड़ाने जा रहा है मेरे प्रियो. നിന്റെ എഞ്ചിന്റെ സോഴ്സ് ഓഫ് എനർജിയാണ് പരിശുദ്ധാത്മാവിന്റെ ഫയർ. तेरे इंजन के ऊर्जा का जो स्रोत है वो पवित्र आत्मा की आग है. നിന്റെ എഞ്ചിൻ ചലിക്കുകയില്ലെന്ന് പറഞ്ഞാൽ, और अगर तेरा इंजन नहीं काम कर रहा ഇന്ന് है, രാത്രി മുതൽ ചലിക്കാതിരിക്കാൻ കഴിയത്തില്ല. आज रात से ऐसा हो ही नहीं सकता कि तेरा इंजन काम ना करे. ചലിക്കുവാൻ ഇടവരും. और वो इंजन सुचारू रूप से कार्य करेगा. അതിനുവേണ്ടിയാണ് ഈ സ്വർഗീയ തീ ഇവിടെ ഇറങ്ങുന്നത്. इसलिए स्वर्गीय आग यहाँ बरस रही है. ഇന്ന് ഇവിടെ ഇരിക്കുന്ന സകലരുടെയും ആത്മീക എഞ്ചിനുകൾ ചലിക്കുവാൻ പോകുകയാണ്. आज रात यहाँ पर बैठे हुए सभी आत्मिक लोगों का इंजन चालू हो जाएगा. ചലിപ്പിക്കുവാൻ വേണ്ടി ഫയർ ഇറങ്ങുന്നു. क्योंकि उसको चलाने के लिए वो आग उतर चुकी है. ചലിക്കട്ടെ, उस इंजन को चलने दीजिए. ചലിക്കട്ടെ, चालू करिए. ചലിക്കട്ടെ, चालू करिए. ചലിക്കട്ടെ, चालू करिए. പ്രവചിക്കട്ടെ, इंजन को चालू करिए. പ്രവചിക്കട്ടെ, और भविष्यवाणी करिए. രോഗികളെ സൗഖ്യമാക്കട്ടെ, बीमारों को चंगा करिए. ദൈവവചനം പ്രസംഗിക്കട്ടെ, परमेश्वर के वचन की घोषणा करिए. എഞ്ചിൻ ചലിക്കട്ടെ, आपका इंजन चालू हो. എഞ്ചിൻ ചലിക്കട്ടെ. इंजन चालू हो. പരിശുദ്ധാത്മാവിന്റെ ഫയറിനാൽ, पवित्र आत्मा की आग से. ओह പ്രാപിക്കേണ്ടവർ പ്രാപിച്ചോ, जिसको पाना वो पा लीजिए. പ്രാപിക്കേണ്ടവർ പ്രാപിച്ചോ, जिसको पाना पा लीजिए. പ്രാപിച്ചോ. पालो. उस आग को पा लीजिए.
ആ ഭാഗത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. उस हिस्से से एक तो और बात बता करके मैं प्रार्थना करने ഈ जाऊंगा. ഫയർ ഒരു ഇന്ധനമാണെന്നുണ്ടെങ്കിൽ ये आग अगर एक ईंधन के रूप में तब्दील होना है, ഇവിടെയുള്ള എല്ലാവരുടെയും വിജയത്തിന്റെ സോഴ്സ് ഓഫ് എനർജി ആയിട്ട് ഈ ഫയർ വ്യാപരിക്കാൻ പോകുകയാണ്. यहाँ आप सबों की सफलता का ऊर्जा का स्रोत के रूप में ये आग आपके जीवन में तब्दील हो जाना चाहिए. നീ എന്തിനാ ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ചത്? क्यों तूने उपवास किया, प्रार्थना किया? പരാജയപ്പെടുവാൻ വേണ്ടിയാണോ? क्या हारने के लिए? അല്ല, नहीं. വിജയം നീ ആഗ്രഹിക്കുന്നു. क्योंकि तू चाहता है कि तू सफल हो. നീ എന്തിനാണ് ആത്മാവിൽ ആരാധിക്കുന്നത്? जो आत्मा में आराधना किया, പരാജയപ്പെടുവാൻ വേണ്ടിയാണോ? क्या हारने के लिए? അല്ല, നീ വിജയം ആഗ്രഹിക്കുന്നു. नहीं, तू जीतना चाहता है. ഇവിടുത്തെ ഈ അഭിഷക്തന്മാരെല്ലാം എന്തിനാണ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്? ये परमेश्वर के अभिषिक्त लोग जो परमेश्वर की सेवकाई में निकले, ഇവർക്കൊക്കെ ഗൾഫിലോ അമേരിക്കയിലോ ഒക്കെ പോകാമായിരുന്നുവല്ലോ. ये भी गल्फ में और अमेरिका में नौकरी कर सकते थे. ഇന്ത്യയിലെ ഏതെങ്കിലും നല്ല കമ്പനിയിൽ ജോലി ചെയ്യാമായിരുന്നുവല്ലോ. भारत में भी अच्छी अच्छी कंपनियों में काम कर सकते थे. പിന്നെന്തിനാണ് പ്രസംഗിക്കുവാൻ ഇറങ്ങിയത്? जो प्रचार के काम में निकले, പരാജയപ്പെടുവാനാണോ? क्या आप हारने के लिए निकले? തോൽക്കുവാനാണോ? क्या असफल होने के लिए? ഒതുങ്ങിയിരിക്കുവാൻ വേണ്ടിയാണോ? या दबाव में या दबिश में रहने के लिए? മൂലക്കിരിക്കുവാൻ വേണ്ടിയാണോ? या कोने में बैठने के लिए? നിരാശപ്പെടുവാൻ या വേണ്ടിയാണോ? हताश होने के लिए? അല്ല, ജയിക്കുവാൻ വേണ്ടിയാണ്. नहीं, तुम जीतने के लिए बैठे. हालेलुया. Yes. Amen. Rakamanasia. Halo, halo सबसे उस आग को ले लो, उस आग को ले लो, आपको बढ़ा ले लो, उस आग को ले लो, आग को ले लो, वो आग ले लो, वो आग चले. ആ വിജയത്തിന്റെ സ്രോതസ്സായി, വിജയത്തിന്റെ സോഴ്സ് ഓഫ് എനർജി ആയിട്ട് ഇപ്പോൾ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ തീ തീരാൻ പോവുകയാണ്. और ये सफलता के स्रोत के रूप में, ऊर्जा के रूप में, ये पवित्र आत्मा की आग अभी समाप्त होने जा रही है. ഇത് പരാജയത്തിന്റെ തീയല്ല, और ये कभी भी असफलता की आग नहीं है. ഇത് വിജയത്തിന്റെ തീയാണ്. ये सफलता की आग है. ഇത് നിരാശയുടെ തീയല്ല, ये निराशा की आग नहीं है. ഇത് ആരാധനയുടെ തീയാണ്. ये आराधना की आग है. ഇത് തകർച്ചയുടെ തീയല്ല, और ये नेस्तो नाबूद होने की आग नहीं है, ഇത് ഉയർച്ചയുടെ തീയാണ്. लेकिन ये उन्नति की आग है. അതെ, हालो, चलो, चलिए, 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 ले लो, उस आग को ले लो. उसे छुआ, वो स्वर्गीय आग छुएगी. ओ परमेश्वर आपको छुआ, पा लीजिए. സഹോദരി, നിന്നെ പരിശുദ്ധാത്മാവ് തുറന്ന് ओ പ്രാപിച്ചോ? मेरी बहन, आपको पवित्र आत्मा की सामत छू रही है. നിന്റെ പരാജയത്തിന്റെ പഴയ കഥകളെ കത്തിക്കാൻ പോകുക. और तेरी असफलता की पुरानी कहानी को वो जला के भस्म कर रहा है. നിന്റെ പരാജയത്തിന്റെ പഴയ മാർക്ക് ലിസ്റ്റുകളെ കത്തിക്കാൻ പോകുക. तेरे असफलता की अंक सूची को जला रहा है. നിന്റെ പരാജയത്തിന്റെ പ്രോഗ്രസ് കാർഡുകളെ കത്തിക്കാൻ പോകുക. और तेरी असफलता की जितनी भी कुंजी है उसको जला रहा है वो. ഇനി നീ ഏത് പരീക്ഷ എഴുതിയാലും 100ൽ 100 കിട്ടുന്ന ഒരു തീരത്താൻ പോകുക. कोई भी परीक्षा लिखे 100 में से 100 अंक पाएगा. വിജയം വേണ്ടവരുണ്ടെങ്കിൽ കത്തട്ടെ നിന്റെ മേൽ തീ. अगर तू अपने जीवन में सफलता चाहता है तो उस आग को जलने दे तेरे जीवन में. എത്ര യൗവനക്കാരാണ് ജീവിക്കുന്നു വിജയം. कितने नौजवान अपने जीवन में जीतना चाहते हैं, सफलता चाहते हैं. വിജയത്തിന്റെ സോഴ്സ് ആയിട്ട് നിന്റെ വിദ്യാഭ്യാസമാണ് നിന്നെ സഹായിക്കാൻ പോകുന്നത്. तेरे सफलता के पीछे तेरा अध्ययन या शिक्षा काम नहीं करेगी. നിന്റെ ഡിഗ്രിയല്ല നിന്നെ സഹായിക്കാൻ तेरी പോകുന്നത്. उपाधियां काम नहीं करेगी. നിന്റെ അപ്പന്റെ കയ്യിലുള്ള കാശല്ല നിന്നെ സഹായിക്കാൻ तेरे പോകുന്നത്. बाप की दौलत काम नहीं आएगी. സത്യം ഇന്ന് രാത്രി മനസ്സിലാക്കുക. अगर इस सच को आप मान लें, നിന്റെ വിജയത്തിന്റെ സ്രോതസ്സാകുവാൻ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. तेरे सफलता के पीछे केवल यीशु ही हो सकता है. യഥാർത്ഥ വിജയം തരുവാൻ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. और वास्तविक सफलता केवल यीशु देगा. ആ വിജയമാണ് നീ ആഗ്രഹിക്കുന്നത് എങ്കിൽ और अगर वो सफलता तू चाहता है, അതിന്റെ സോഴ്സ് ഓഫ് എനർജിയായി പരിശുദ്ധാത്മാവിന്റെ ഫയർ. उसके ऊर्जा के स्रोत के रूप में पवित्र आत्मा की आग को ले लो, ഫയർ. ले लो. ഇവിടെ
ഇവിടെ പെട്രോൾ കൺവേർട്ട് ചെയ്ത് തീ ഒന്നും കത്തിക്കണ്ട. यहाँ पर पेट्रोल को तब्दील करके आग लगाने की जरूरत नहीं. പരിശുദ്ധാത്മാവ് തീയായിട്ട് തന്നെ ഇറങ്ങി വരാൻ पवित्र പോകുകയാണ്. आत्मा आग के रूप में है. നിന്റെ ചലിക്കാത്ത എഞ്ചിനുകൾ ചലിക്കാൻ പോകുകയാണ്. और तेरे इंजन जो चल नहीं रहे थे वो सुचारू रूप से चालू हो गए. നിന്റെ തുറക്കാത്ത വാ തുറക്കാൻ പോകുകയാണ്. और जो मुंह तेरा कभी खुलता नहीं था वो मुंह खुलने जा रहा നിന്റെ है. ഉയരാത്ത കൈ ഉയരാൻ പോകുകയാണ്. और तेरे हाथ जो है वो ऊपर उन्नति की ओर उठेगा. വെക്കുതലയിൽ കൈ, और सिर पे हाथ रखिए. വെക്കുതലയിൽ കൈ. और सिर पे हाथ रखिए. പത്രോസേ, നീ 3 പ്രാവശ്യം യേശുവിനെ തള്ളി പറഞ്ഞു. पतरस तूने 3 बार यीशु मसीह का तिरस्कार किया. മലയാളത്തിൽ പറയുമ്പോൾ തോറ്റു തൊപ്പിയിട്ടു. अगर मलयालम में बोलेंगे तो हार के नेस्तनाबूत हो गया तू. അതിനുശേഷം നീ മീൻ പിടിക്കാൻ പോയി. उसके बाद में फिर तू मछली पकड़ने गया. മീനിന്റെ മണം പോലും നിനക്ക് ഇതുവരെ കിട്ടിയില്ല. और मछली की खुशबू तक तेरे जिंदगी में भी आई नहीं वापस. മലയാളത്തിൽ പറയുകയാണെങ്കിൽ നീ തോറ്റു തൊപ്പിയിട്ടു. और अगर मलयालम में बोले तू हार करके धाराशायी हो गया. തോറ്റു തൊപ്പിയിട്ടവരെല്ലാം ആ और जितने हार गए वे सब खड़े हो और उस हार से निकल करके बाहर आए. നിന്നെ ഒരു 10 ദിവസം മാളിക മുറിയിൽ ഇരുത്താൻ പോകുകയാ. और 10 दिन तुझे उस प्रार्थना के कमरे में डालेंगे. क्या? തോറ്റു തൊപ്പിയിട്ടവരെല്ലാം പോരെ. जितने हारे हुए लोग हैं वे सब आ जाए. അന്ന് യെരൂശലേമിൽ 120 തോറ്റു തൊപ്പിയിട്ടവരുണ്ടായിരുന്നു. और वहाँ पर 120 लोग थे उस वातावरण में जो हारे हुए थे. അവരുടെ മാർക്ക് ഷീറ്റ് മുഴുവൻ 0-0-0. उनके अंक सूची में 0-0-0 अंकित था. കർത്താവ് പറഞ്ഞു പുറപ്പെടരുത്. और प्रभु ने बोला कि निकलना नहीं, ഒന്നിരിക്കെ. यहीं पर बैठिए. നീ ഒന്നിരുന്നാ तुम अगर बैठोगे ഒരു പുതിയ എനർജി ഇറങ്ങാൻ एक പോകുകയാണ്. नया शुरू. Amen. Yes. Hallelujah. അതാണ് ഇപ്പോൾ റായ്പൂരിൽ നടക്കുന്നത്. और वही अभी रायपुर में हो रहा है. നിന്റെ തോൽവി മാറ്റാൻ വേണ്ടിയാണ് ഈ തീ ഇറങ്ങുന്നത്. और तेरी असफलता बदलने के लिए आग उतर रही है. ഇനി നീ തോറ്റവനായി ജീവിക്കണ്ട. अब तुझे हारा हुआ जीने की जरूरत नहीं. നിന്റെ എഞ്ചിനെ കറക്കുന്ന തീ വരികയാണ്. और तेरे इंजन को चलाने वाली वो आग उतर आई है. ചലിക്കട്ടെ, ചലിക്കട്ടെ, ചലിക്കട്ടെ. चालू करिए. ചലിക്കട്ടെ. चालू करिए. ചലിക്കട്ടെ, ചലിക്കട്ടെ. चालू करिए. ചലിക്കട്ടെ. चालू करिए. ചലിക്കട്ടെ. चालू करिए. पहले दीजिए आवाज को. എഞ്ചിൻ ചലിക്കട്ടെ. उस आग के इंजन को चालू करिए. എഞ്ചിൻ ചലിക്കട്ടെ. इंजन चालू हो. എഞ്ചിൻ ചലിക്കട്ടെ. इंजन चालू हो. എഞ്ചിൻ ചലിക്കട്ടെ. तेरा इंजन चालू हो. ആദിവാസിയെ പരിശുദ്ധാത്മാവ് ഉണർത്തുകയാ. वो परमेश्वर उसके दास को पवित्र आत्मा छू रही है. ഇന്ന് രാത്രി ലജ്ജിക്കരുത്. और आज उस बात को मुझे लेना ശുശ്രൂഷയിൽ चाहिए. ആകമാനം ഒരു മാറ്റം സംഭവിക്കാൻ പോകുകയാ. सेवकाई में एक माकूल परिवर्तन हो रहा है. ഫയർ ഇറങ്ങുകയാണ്. और वो आग उतर रही है. ഫയർ ഇറങ്ങുകയാണ്. और उसको आग उतर रही ഫയർ है. ഇറങ്ങുകയാണ്. आग उतर रही है. തോറ്റവരുടെ കൂട്ടത്തിൽ പെന്തിക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് വന്നു. और हारे हुए लोगों के साथ में पेंतिकोस्त के दिन में पवित्र आत्मा उतर आई. പരിശുദ്ധാത്മാവ് കുറെ ആധുനിക പുസ്തകങ്ങളൊന്നുമായിട്ടല്ല വന്നത്. और पवित्र आत्मा कोई अत्याधुनिक किताबों के साथ में नहीं आई. ലോകത്തിലെ വലിയ കമന്ററികളുമായിട്ടൊന്നും അല്ല വന്നത്. और दुनिया की बड़ी बड़ी कमेंट्रीज के साथ में नहीं आई. പരിശുദ്ധാത്മാവ് വന്നത് തീ കൊണ്ടാണ്. लेकिन पवित्र आत्मा आग को ले आई. അന്ന് ഒന്നാമത്തെ പ്രസംഗം പത്രോസ് പ്രസംഗിച്ചപ്പോ കമന്ററി നോക്കിയിട്ടല്ല പ്രസംഗിച്ചത്. और उस दिन पहला प्रचार जब पतरस ने किया तो कमेंट्री देख करके नहीं किया. തിയോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ നോക്കിയിട്ടല്ല പ്രവചിച്ചത്. धर्मशास्त्र का अनुवाद देख करके नहीं प्रचार किया. നാക്കൊരാൾക്ക് വിട്ടുകൊടുത്തു. लेकिन अपनी जुबान को एक शख्स के हाथ में सौंप दिया. നാക്ക് വിട്ടുകൊടുക്ക. अपनी जीभ को दे दो उस खुदा के हाथ में. നാക്ക് വിട്ടുകൊടുക്ക. अपनी जीभ को छोड़ दो खुदा के हाथ में. നാക്ക് വിട്ടുകൊടുക്ക. तेरी जुबान को खुदा को दे दे. നിന്റെ നാക്ക് വിട്ടുകൊടുക്ക. अपनी जीभ को खुदा को दे दे. ओह ओह री क्या बाबा सीना കത്തട്ടെ, കത്തട്ടെ. चले चलिए. ഇനി അതരത്തിന്റെ മേൽ തീ കത്തട്ടെ. तेरे होठों के ऊपर में वो स्वर्गीय आग लग जाए. ഇനി അതരത്തിന്റെ മേൽ തീ കത്തട്ടെ. तेरे होठों में वो आग लग जाए. കമന്ററി ഉണ്ടെങ്കിൽ കൊള്ളാം. कमेंट्री है तो अच्छी बात है. ഇല്ലെങ്കിലും തീ മതി. अगर नहीं है तो वो आग काफी है. തിയോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടെങ്കിൽ കൊള്ളാം. धर्मशास्त्र का अनुवाद अगर है तो बेहतर है. അയ്യോ, ഈ പാവം പിടിച്ച വില്ലേജിൽ വന്നിരിക്കുന്ന എഴുത്തും വായനയും അറിയാത്തവർക്ക് കമന്ററിയും തിയോളജി ഒന്നും വേണ്ട. अरे ये बेचारे गांव के सीधे साधे अनपढ़ लोग इनको कमेंट्री या धर्मशास्त्र के अनुवाद से क्या लेना देना. അവരുടെ മേൽ അഭിഷേകത്തിന്റെ തീ ഇറങ്ങട്ടെ. उनके ऊपर में अभिषेक की आग उतरने पाए. അഭിഷേകത്തിന്റെ തീ ഇറങ്ങിയോ. अभिषेक की आग जब उतरेगी. പത്രോസ് എഴുന്നേറ്റ് നിന്നതുപോലെ നീ എഴുന്നേറ്റ് നിൽക്കാൻ പോകുകയാണ്. जिस तरीके से पतरस उठ खड़ा हुआ तू भी उठ के खड़ा हो जाएगा. നീ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ और जब तू खड़ा होगा നിന്റെ വായിലൂടെ തീ പുറപ്പെടാൻ പോകുകയാണ്. तेरे मुंह से आग निकलेगी.
തോറ്റു തൊപ്പിയിട്ടവൻ വിജയിച്ചു. और जो हार के धाराशायी हो गया था वो विजयी घोषित हुआ. Amen. തീ വന്നതിന് ശേഷം 10 മാസത്തെ പരിശീലനത്തിന് ശേഷമല്ല വിജയിച്ചത്. और आग आने के बाद में 10 महीने के परीक्षण के बाद में नहीं जीता. തീ വന്ന ദിവസം മുതൽ വിജയമാ. ओ जिस दिन आग आई उसी തീ दिन വന്ന से ദിവസം മുതൽ जीत शुरू हो വിജയമാ. गई. Amen. हालेलुया. തീ വന്നതു മുതൽ വിജയമാ. जिस दिन से आग उतरेगी उसी दिन से जीत आपकी है. തീ വന്ന ദിവസം പ്രസംഗിച്ചപ്പോൾ 3000 എണ്ണം സ്നാനപ്പെട്ടു. जिस दिन आग उतरी प्रचार किया 3000 लोग उद्धार पाए, बपतिस्मा लिए. തീ വന്നതിന് ശേഷം നടക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുകയാണ്. आग आने के बाद में जब चला तो बीमार लोग चंगे हो गए. നിഴലുകൾ തട്ടിയപ്പോൾ രോഗികൾ സൗഖ്യമാകുകയാണ്. उसकी परछाई भी पड़ी तो बीमार चंगे हो गए. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന അഭിഷേകമുള്ളവരുടെ എല്ലാം നിഴൽ അന്യോന്യം തട്ടട്ടെ. और यहाँ पर बैठे हुए अभिषिक्त लोगों की परछाई एक दूसरे को स्पर्श करे നിഴൽ വീഴട്ടെ. और ये परछाई गिरे. കൂടുതലൊന്നും വേണ്ട. कुछ और नहीं चाहिए. നിഴൽ വീണാൽ ദൈവപ്രവൃത്തി നടക്കാൻ പോകുകയാണ്. परछाई पड़े तो परमेश्वर का अद्भुत कार्य होगा. പ്രവചോ പ്രവചോ भालो भालो प्रभु। भालो करके हालेलुया बोलिए. അവരുടെ मुंह खोल करके हालेलुया बोलिए. അവരുടെ ഹല്ലേലൂയ പറ. हालेलुया बोलिए. നിഴൽ നിന്റെ മേൽ हालेलुया തട്ടട്ടെ. बोलिए. वो परछाई पड़े. നിഴൽ നിന്റെ മേൽ തട്ടട്ടെ. वो परछाई पड़े. നിഴൽ നിന്റെ മേൽ തട്ടട്ടെ. वो परछाई पड़े. നിഴൽ നിന്റെ മേൽ തട്ടട്ടെ. वो परछाई पड़े. ഔ ശബ റതന ലബമന വക്ഷ്പനാദി അർത്ഥന ആസ്പേ ലഗനി അനമദന സ്മോറോ ബഖനാദി അർത്ഥനെ ലമാന റബത്വനാദി ഗൽഗ അബൗ ശബർബദനി അലഗദന ഗർഥന മൂഷോറബാദിനി ഹംസ്പദനി ആ നിലവാരത്തിൽ നിനക്ക് വിജയം കർത്താവ് തരുവാൻ പോകുകയാണ്. उसी स्तर में मेरा प्रभु तुझे जीत देने जा रहा है. സകല പരാജിതർക്കും കർത്താവ് വിജയം തരുവാൻ പോകുകയാണ്. सारे हारे हुए लोगों को एक नई सफलता वो चखाने जा रहा है. അങ്ങനെ പരാജിതർ വിജയികളായി തീരുമ്പോൾ और ऐसे हारे हुए लोग जब सफल हो जाएंगे അവരുടെ വാ വിജയമായി തീർന്നു. और उनका मुंह विजयी हो गया, അവരുടെ കൈ വിജയമായി തീർന്നു. उनका हाथ विजयी हो गया അവരുടെ ഉറുമാൽ വിജയമായി തീർന്നു. और उनका जो रूमाल है वो विजयी हो गया, അവരുടെ നിഴൽ വിജയമായി തീർന്നു. उनकी परछाई विजयी हो गई, അവരുടെ ഷർട്ടിന്റെ നൂല് വിജയമായി തീർന്നു. उनके शर्ट के धागे भी विजयी हो गए. അവർ നടന്നാൽ വിജയമാണ്. वे जब चलते हैं तो विजय है, അവർ ഇരുന്നാൽ വിജയമാണ്. वो जब बैठते हैं तो विजय है, കൈ തൊട്ടാൽ വിജയമാണ്. हाथ से छुएंगे तो विजय है. നിന്റെ ജീവിതത്തിൽ നിന്ന് പരാജയത്തെ മാറ്റുവാൻ പരിശുദ്ധാത്മാവിന്റെ തീയിറങ്ങട്ടെ. तेरे जीवन से असफलता के हर हिस्से को मिटा डालने के लिए वो पवित्र आत्मा की आग उतरे. भालो भालो साथियों, ओ പ്രവചോ भालो പ്രവചോ भालो പ്രവചോ भालो പ്രവചോ भालो പ്രവചോ भालो പ്രവചോ भालो. വരുന്ന ദിവസങ്ങളിൽ കർത്താവ് അതാണ് ഈ ദേശത്ത് ചെയ്യുവാൻ പോകുന്നത്. आने वाले दिनों में मेरा प्रभु इस शहर में यही करना चाहता है. അതിന്റെ ഒരു ഉദ്ഘാടനം എന്ന് കരുതിയാൽ മതി ഈ ഉപവാസ പ്രാർത്ഥന എന്ന് और പറയുന്നത്. इस उपवास प्रार्थना को केवल एक उद्घाटन के तौर पर ही लीजिए. ഇത് തന്നെ ഇവിടെ തുടരാൻ പോകുകയാണ്. अब ये आगे जारी रहेगा. വിശ്വസിച്ച് സ്വീകരിക്കുന്ന ചില സ്കൂൾ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ विश्वास करके इस बात को स्वीकार करने वाले अगर स्कूली बच्चे यहाँ पर നീ हैं, സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. जब तुम स्कूल जाओगे वहाँ परमेश्वर के कार्य प्रकट होंगे. വിശ്വസിച്ച് സ്വീകരിക്കുന്ന ചില കോളേജ് സ്റ്റുഡൻസ് ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ विश्वास करने वाले कॉलेज के विद्यार्थी अगर यहाँ पर हैं, നിന്റെ കോളേജിനകത്ത് ദൈവപ്രവൃത്തി നടക്കാൻ പോകുകയാണ്. तेरे कॉलेज के अंदर में परमेश्वरीय कार्य होने जा रहा है. നിന്റെ കോളേജ് പ്രിൻസിപ്പലിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ പോകുകയാണ്. तेरे कॉलेज के प्रिंसिपल के लिए प्रार्थना करने का अधिकार मेरा प्रभु तुझे दे रहा है. फालो ओह फालो തെരുവുകളിൽ ഇത് സംഭവിക്കുവാനിട വരട്ടെ. തെരുവുകളിൽ ഇത് സംഭവിക്കുവാനിട और വരട്ടെ. ये तराइयों में भी ये सारी बातें होने पाए, ചന്തകളിൽ ഇത് സംഭവിക്കുവാനിട വരട്ടെ. बाजारों में होने पाए, കടകളിൽ ഇത് സംഭവിക്കുവാനിട വരട്ടെ. दुकानों में होने पाए, വില്ലേജുകളിൽ ഇത് സംഭവിക്കുവാനിട വരട്ടെ. गाँव में ये होने നീ पाए, കൃഷി ചെയ്യുന്ന ഇടത്ത് സംഭവിക്കുവാനിട വരട്ടെ. जहाँ पर तू खेती करता वहाँ ये हो. നിനക്ക് എല്ലാ നിമിഷവും ഒരു വിജയത്തിന്റെ കഥയുണ്ടാകട്ടെ. हर क्षण तेरे जीवन में एक जीत और सफलता को ही तू चखने पाए.
എല്ലാ ദിവസവും നിനക്കൊരു വിജയത്തിന്റെ ആരാധന ഉണ്ടാകട്ടെ. हर दिन तेरे जीवन में एक विजय की आराधना प्रकट हो. ഞായറാഴ്ച 10 മണി മുതൽ 1 മണി വരെ മാത്രമല്ല ആരാധന. इतवार को केवल 10 बजे से 1 बजे तक की आराधना नहीं, എല്ലാ ദിവസവും ഒരു വിജയത്തിന്റെ ആരാധന. लेकिन हर दिन एक सफलता की आराधना तेरे घर में हो. चलने दो आग को, उस आग को चलने दो, उस आग को चलने दो. आग चलने पाए. അഭിഷേകത്തിന്റെ തീ കത്തട്ടെ. अभिषेक की आग उतरे. അഭിഷേകത്തിന്റെ തീ കത്തട്ടെ. अभिषेक की आग जले. അഭിഷേകത്തിന്റെ തീ കത്തട്ടെ. अभिषेक की आग जले. അഭിഷേകത്തിന്റെ തീ കത്തട്ടെ. अभिषेक की आग जले. അഭിഷേകത്തിന്റെ തീ കത്തട്ടെ. देखिए मैंने വാൻമാ ശകരാ ദുവാന സകൽമനാദിരി മാത്വാന സബാര ജൽമന സർഗലാദന അബ്സ ഫരശ്മാല സർഗലാദിന ധനാര ബൗതിയാന ധർമ്മകാലാദന. പ്രതികരിക്കാൻ കൃപയുള്ളവർ പ്രതികരിച്ചോ. വാതുറന്ന് ദൈവത്തെ സ്തുതിച്ചോ. जो प्रतिक्रिया देना चाहते प्रतिक्रिया दे. मुंह खोल करके इस बात को अंगीकार कर लीजिए. खुदा के साथ में वास्ता को छोड़िए. उस सामर्थ अभिषेक की आग को ले लीजिए. ये स्वर्णिम अवसर है. ये फिर आपको मिलेगा नहीं मेरे प्रियो. ഒരാളെ കുറിച്ച് കൂടെ പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. एक और शख्स का ब्यौरा देकर के मैं खत्म करूंगा. അദ്ദേഹത്തെ കുറിച്ച് നാളെ കൂടുതൽ കാര്യങ്ങൾ പറയാം. कल हम विस्तृत ब्यौरा सुनेंगे. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ നമുക്കൊരു മനുഷ്യനെ കാണാൻ കഴിയുന്നുണ്ട്. पुराने नियम में निर्गमन की किताब में एक शख्स को हम देख पाएंगे. 80 വയസ്സുള്ള ഒരു മനുഷ്യനാണ്. 80 साल का एक व्यक्ति. 40 വർഷം അദ്ദേഹം കൊട്ടാരത്തിലായിരുന്നു. 40 साल वो राजमहल में रहा. അദ്ദേഹത്തിന്റെ പേര് മോശ എന്നാണ്. उसका नाम है मूसा. 40 വർഷം കൊട്ടാരത്തിലായിരുന്ന വ്യക്തിയാണ്. 40 साल वो राजमहल में रहा. കൊട്ടാരത്തിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ राजमहल से जब बाहर आया, ഇപ്പോൾ ഞാൻ ജയിക്കും, अब भी मैं जीतूंगा, കാരണം എന്റെ കയ്യിൽ അധികാരമുണ്ട്, क्योंकि मेरे पास में अधिकार है, പഠിപ്പുണ്ട്, और मेरे पास में शिक्षा है, ആരോഗ്യമുണ്ട്, मेरे पास में ताकत है. ജയിക്കാൻ വന്ന മോശ जो जीतने के लिए आया था मूसा, തോറ്റു തൊപ്പിയിട്ടു. हार करके धाराशायी हो गया. തോറ്റു തൊപ്പിയിട്ടു. हार करके धाराशायी हो गया. മിസ്രൈമിൽ നിന്ന് ഒരൊറ്റ ഓട്ടമോടി मिस्र से एक दौड़ लगाया. മിദ്യാന്യരുടെ ഇടയിൽ വരുവാനിടയായി. मिद्यानियों के बीच में മരുഭൂമിയിൽ വരുവാനിടയായി. रेगिस्तान में आ गया. അടുത്ത 40 വർഷക്കാലം अगले 40 साल തലകുനിച്ചു നടക്കുകയാണ്. सर झुका करके वो चला, വടികുത്തി നടക്കുകയാണ്. लकड़ी टेक करके चला. അപ്പൊ ഈ വടി ആടിനെ മേയ്ക്കുവാൻ വേണ്ടി മാത്രമല്ല, ये लकड़ी केवल भेड़ों को चराने के लिए ഇവന്റെ नहीं, പരാജയത്തിന്റെ സഹായം കൂടിയാണ്. ओ ये इसके सफलता का एक सहारा भी है. നെഞ്ചുയർത്തി നടക്കുവാൻ കഴിയുന്നില്ല. असफलता का सहारा है. छाती चौड़ी नहीं कर पा रहा, ഉയർത്തി നടക്കാൻ കഴിയുന്നില്ല. अपना सर ऊंचा नहीं कर पा रहा, മോശ തോറ്റു തൊപ്പിയിട്ടു. क्योंकि मूसा असफल हो गया. ഇപ്പോൾ സംസാരിക്കാൻ വാ തുറന്നു കഴിഞ്ഞാൽ अब अगर मुंह खोले बात करने के लिए, ഒരു വാക്ക് പൂർത്തിയാക്കാൻ കഴിയത്തില്ല. ओ करके एक शब्द भी पूरा नहीं बोल पाता. വിക്കനായി തീർന്നു. हकलाने लगा. വിക്കനായ മോശ, हकलाने वाला मूसा, തോറ്റ മോശ, हारा हुआ मूसा, 80 വയസ്സുള്ള മോശ, 80 वर्षीय मूसा, പടുവൃദ്ധനായ മോശ, एकदम वृद्ध हुआ मूसा. നിങ്ങൾ ആരെങ്കിലും പ്രായമുള്ളവർ ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ, अगर आप में से कोई वयोवृद्ध व्यक्ति यहाँ पर है, 60 വർഷം കഴിഞ്ഞു 65 വയസ്സായി ഇനി എന്നെ കൊണ്ട് കൊള്ളില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ, मेरी तो उम्र 60 साल हो गई, 65 साल हो गई, अब तो मैं किसी काम का नहीं हूँ, ऐसी भावना का कोई व्यक्ति यहाँ നിന്നെ है, ഇനിയും കൊള്ളിക്കാൻ കഴിയും. आज भी तू उपयोगी है मेरे भाई. വിജയത്തിന്റെ രഹസ്യം നിനക്ക് മനസ്സിലായാ മതി. ये सफलता की कुंजी तुझे समझ में आना चाहिए. आमीन. യേശുവിന് പ്രായം ഒരു പ്രശ്നമല്ല. यीशु मसीह के सामने उम्र कोई बंधन नहीं है. കത്താൻ ഒരുത്തനെ കിട്ടിയ കർത്താവ് കത്തിക്കും. केवल जलने के लिए एक व्यक्ति मिल जाए तो वो जलाने के लिए तैयार बैठा है. 30കാരനെയും കത്തിക്കും, 30 साल के लोगों को भी चलाएगा, 40കാരനെയും കത്തിക്കും, 40 साल के लोग को भी चलाएगा, 50കാരനെയും കത്തിക്കും, 50 वाले को भी चलाएगा. 80 ആയ 80കാരനെയും കത്തിക്കും. अगर तू 80 साल का होगा तो 80 साल में भी तुझे वही जलाएगा. പിന്നെ 80-ആം വയസ്സിലൊക്കെ കത്തിയാൽ ഒരു ഗുണമുണ്ട്. 80 साल में अगर आप जलोगे तो एक फायदा है. 10 120 ആയാലും നീ ജാഗത്തില്ല. 120 साल के भी हो जाओगे तो मरोगे. അതാണ് ഈ തീയുടെ പ്രത്യേകത. और ये इस आग की विशेषता है. 80 വയസ്സുള്ള പടുവൃദ്ധനായ മോശ, 80 साल का वयोवृद्ध मूसा, തോറ്റു തൊപ്പിയിട്ട മോശ, ये असफल और हारा हुआ मूसा, വിക്കനായ മോശ, ये हकलाने वाला मूसा, വടികുത്തി നടക്കുന്ന മോശ, लकड़ी टेक के चलने वाला मूसा, 50 ആട് മാത്രമുള്ള മോശ, केवल 50 भेड़ जिसके पास में है, അമ്മായിയപ്പന്റെ ദാസനായ മോശ, और ये अपने ससुर का सेवक बना हुआ मूसा, മരുഭൂമിയിൽ പാർക്കുന്ന മോശ, रेगिस्तान में रहने वाला मूसा. മോശേ, നിനക്കിനി ഒരു വിജയത്തിന്റെ ദിവസമുണ്ടോ? क्या मूसा तेरे सामने सफलता का कोई दिन है? 40 വർഷമായി നീ കരയുകയല്ലേ? 40 साल से तू रो रहा है.
നിന്റെ പഴയ ഓർമ്മകൾ നിന്റെ ഹൃദയത്തിൽ വേദന കൊണ്ടുവരികയല്ലേ? पुराने संस्मरण तेरे हृदय में दर्द लेकर के आते, टीस लेकर के आते हैं। എനിക്കിനി വിജയത്തിന്റെ ഒരു ദിവസമുണ്ടോ? क्या तेरे सामने एक सफलता का दिन है? അതുകൊണ്ടാണ് സ്വർഗം കീറി കർത്താവ് ഇറങ്ങി വന്നത്. इसलिए स्वर्ग को फाड़ करके परमेश्वर नीचे उतर आया। തീ കൊണ്ട് ഉത്തരമരുളുന്നവൻ ഇറങ്ങി വരികയാണ്. आग के साथ जवाब देने वाला स्वयं उतर आया। ഹോരേബിന്റെ മുകളിൽ ഇറങ്ങുകയാണ്. होरे पर्वत के ऊपर में उतर आया। മുൾപടർപ്പിൽ തീ കത്തുന്നു. झाड़ियों के बीच में आग लग गई। മോശ ഹോരേബിന്റെ മുകളിലേക്ക് വരികയാണ്. मूसा होरेब के ऊपर से आ रहा है। അഗ്നി അഗ്നി അഗ്നി, आग आग और आग। മുൾപടർപ്പിൽ തീ, उस कटीली झाड़ियों में भी आग അറിയുവാൻ അടുക്കുകയാണ്. और उसके नजदीक पहुंच रहा है। കർത്താവ് പറഞ്ഞു, കാലയിലെ ചെരുപ്പൂരി കളയുക. खुदा ने कहा कि अपने पैरों से चप्पल को उतार दे। പഴയ പാരമ്പര്യ ചെരുപ്പൂരിക്കള, पुराने परंपरा की जूतियों को उतार दे। നിനക്കൊരു പുതിയ ചെരുപ്പ് കർത്താവ് തരാൻ പോകുകയാ. ओ मेरा प्रभु एक नई जूती तुझे पहनाने जा रहा है। यस रेखा मामा नसिया പഴയ പാരമ്പര്യത്തിന്റെ ചെരുപ്പൂരിക്കള, पुरानी परंपरा की चप्पलों को उतार फेंके। പഴയ പരിചയത്തിന്റെ ചെരുപ്പൂരിക്കള. पुराने परिचय की चप्पलों को उतार फेंके। കാരണം എന്താണെന്നറിയാമോ? कारण क्या ഈ है? ചെരുപ്പിട്ട് നീ ഇത്ര മാത്രമേ പോകുകയുള്ളൂ. जो कि इस चप्पल को पहन करके तू थोड़ा ही चल पाएगा। ഇതിനപ്പുറത്ത് ഈ ചെരുപ്പിന് പോകാൻ അറിയത്തില്ല. उसके आगे ये चप्पल चलने में सक्षम नहीं है। പുതിയ ചെരുപ്പ് കർത്താവ് തരുവാൻ പോകുകയാണ്. एक नई जूती तुझे मेरा खुदा पहनाने जा നീ रहा ഇതുവരെ है। കടന്നിട്ടില്ലാത്ത മേഖലകളിലേക്ക് കാൽ ചവിട്ടുവാൻ വേണ്ടി. और उस जूती को पहन करके ऐसे स्तर पर, ऐसे पड़ाव पर जो तूने कभी कल्पना भी नहीं किया, मेरा प्रभु तुझे चलाने जा रहा है। ഇന്നലകളിൽ നിന്നെ ഒരു പരിധിക്കകത്തിട്ട് ചുറ്റിക്കറക്കി. कल तक तुझे एक सीमा के अंदर में रख करके गोल गोल घुमाता रहा। ഞായറാഴ്ചത്തെ ഒരു പ്രാർത്ഥനയും ഒരു സങ്കീർത്തനം വായനയും അതിനകത്ത് ചുറ്റിക്കറക്കി. केवल इतवार को एक भजन संहिता और एक बार वचन बोलना, इस घेरे के अंदर में तुझे रखा। ഒരു വർഷം അരസ്നാനവുമായിട്ട് നിന്നെ ചുറ്റിക്കറക്കി. और एक साल से तुझे वो आधा बपतिस्मा देख करके घुमाता रहा। 3.5 വർഷത്തിന്റെ 4 വർഷത്തിന്റെ ഇടയിൽ ഒരാൾ അഭിഷേകത്തിന് ലല്ലല്ല ഒരു വാക്ക് പറയുന്നത് നിന്നെ അവിടെ ചുറ്റിക്കറക്കി. और 4 साल में भूले भटके एक व्यक्ति अभिषेक का आधा शब्द लल्ला बोल करके तुझे ऐसे घेरे में घुमाता रहा। നിന്നെ ആ പരിധികളുടെ ഇടത്തുനിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. और तुझे वो सीमा से लांग करके मेरा खुदा बाहर लेके आ रहा है। നിന്റെ കയ്യിലിരിക്കുന്ന വടി സാധനം എന്താന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. तेरे हाथ में जो है वो किसकी ओर से तुझे आज तक समझ में नहीं आया। നീ കരുതിയിരിക്കുന്ന ഈ 10 ആടിനെ മാത്രമേ കൊള്ളാൻ, അതിനെ കൊണ്ടുപോയി നടക്കാൻ ഈ വടി കൊള്ളൂ എന്ന് നീ കരുതുന്നത്. तुझे ऐसा लगता है कि ये लाठी है जो लकड़ी है केवल 10 भेड़ बकरी को चराने के लिए है। പക്ഷേ 20 ലക്ഷത്തെ പുറപ്പെടുവിക്കുവാൻ പ്രാപ്തിയുള്ള വടിയാ കയ്യിലിരിക്കുന്നത്. 20 लाख लोगों को बाहर निकालने की क्षमता रखती है वो लाठी। हेलो നിന്റെ പക്കലുള്ള സാധ്യതകളെ നീ ഇതുവരെ അറിഞ്ഞിട്ടില്ല. तेरे पास में जो क्षमता है तूने अभी तक पहचाना ही नहीं। ഇനി എവിടെ നിന്നോ പുതിയ വടിയൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. अभी कहीं से नई लाठी लाने की कोई जरूरत നിന്റെ नहीं। കയ്യിലിരിക്കുന്ന വടിയുടെ മേൽ അഭിഷേകം ഇറങ്ങാൻ പോകുകയാ. तेरे हाथ में जो लाठी उसी में अभिषेक उतर रहा। आमेन। പ്രഭുച്ചോ പ്രഭുച്ചോ भालो പ്രഭുച്ചോ. भालो അതാണ് തീ ഇറങ്ങുന്നത്. और वो आग उतर रही है। അതാണ് തീ ഇറങ്ങുന്നത്. वो आग उतर रही है। आमेन। 40 വർഷം നീ വടി കൊണ്ട് നടന്നിട്ടില്ലേ? 40 साल तो तू इस लकड़ी को लिए फिरा। എത്ര പ്രാവശ്യം ഇത് താഴെ ഇട്ടിട്ടുണ്ട്? कितने बार तूने इसको नीचे गिराया? 4000-ഓ 40,000 പ്രാവശ്യമോ നീ താഴെ ഇട്ടിട്ടുണ്ട്. 4000 या 40,000 बार गिराया ഇന്ന് होगा। വരെ അത് പാമ്പായിട്ടില്ല. आज तक वो सांप में नहीं तब्दील हुआ। എന്നാൽ തീ ഇറങ്ങുന്നതോടുകൂടെ लेकिन जैसे ही आग उतरेगी, വടിയിൽ ഒരു അത്ഭുതത്തിന്റെ സാധ്യത വെളിപ്പെടുകയാണ്. लकड़ी में भी आश्चर्य कर्म की क्षमता आ रही है मेरे प्रियो। ഇട്ടാൽ പാമ്പ്, गिराएगा नीचे तो सांप, പിടിച്ചാൽ വടി. पकड़ोगे वापिस तो लकड़ी।
सामर्थ उतरने दीजिए, सामर्थ उतरने दीजिए। अधुरियाना लारा बशक्कानारी आसियाम हो നിന്റെ रहा है। ഭയം മാറാൻ പോകുകയാ. तेरे जीवन का डर दूर हो रहा है। മോശെ നീ ഭയപ്പെടുന്നത് എന്തിനാണ്? मूसा तू डरता क्यों है? ഫറവോനെയാ നീ ഭയപ്പെടുന്നത്? क्या फिरौन से डरता है? മിസ്രൈമിനെയാ നീ क्या ഭയപ്പെടുന്നത്? मिस्र से घबराता है? മിസ്രൈമിന്റെ ചിഹ്നം എന്താണെന്ന് അറിയാമോ? मिस्र का चिन्ह क्या है मालूम? പാമ്പ്. सांप है। ഫറവോന്റെ തലയ്ക്കകത്തെ മുകളിലുള്ള ചിഹ്നം എന്താണെന്ന് അറിയാമോ? और वो फिरौन के सर में जो मुकुट है उसके ऊपर चिन्ह क्या है? പാമ്പ്. सांप। അതുകൊണ്ടാണ് क्या इसलिए? തീ ഇറങ്ങിയപ്പോൾ लेकिन आग जब उतरी, കർത്താവ് വടിയിടാൻ പറഞ്ഞു. वो परमेश्वर ने कहा लाठी नीचे डालो। വടിയിട്ട് കഴിഞ്ഞപ്പോൾ जैसे ही नीचे डाला, പാമ്പിനെ കണ്ടപ്പോൾ മോശെ ഓടുകയാണ്. सांप को देख करके मूसा डर के भागा। ഫറവോന്റെ അടയാളം വെളിപ്പെട്ടു. മോശെ ഓടുകയാണ്. फिरौन का चिन्ह जैसी प्रकट हुआ, मूसा भागा। ഈജിപ്തിന്റെ ശക്തി വെളിപ്പെട്ടു. മോശെ ഓടുകയാണ്. मिस्र की शक्ति जब प्रकट हुई तो मूसा भागा, ഭയപ്പെട്ട് ഓടുകയാണ്. डर करके भाग रहा है। കർത്താവ് പറഞ്ഞു ഓടരുത്. यहोवा ने कहा भागना നീ नहीं। ഭയപ്പെടുന്നതിനെ പിടിച്ചോ. उसने कहा कि डरो मत, तुम पकड़ लो। ഭയപ്പെടുന്നതിനെ പിടിച്ചോ. उसको पकड़ लिया। ओ नीचे में मेरे सिया हो रहा है। ओ नीचे में मेरे सिया हो रहा है। चलो चलो, आग चले, ओ चले चले, वो आग चले 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 चले, आग में चलो। पवित्र आत्मा की सामर्थ चलिए। നീ ഭയപ്പെട്ടതിപ്പോൾ നിന്റെ കയ്യിൽ. जिससे तू डर रहा था वो अभी तेरे हाथ में। ഒരു രാജ്യം മുഴുവൻ നിന്റെ കയ്യിൽ. एक पूरा देश तेरे हाथ में। ഫറവോൻ നിന്റെ കയ്യിൽ. फिरौन तेरी मुट्ठी में। ओ അതാണ് തീ 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 തീ. वही है आग, आग, और वो आग നിന്റെ പരാജയത്തെ മാറ്റുന്ന തീ. तेरी असफलता को दूर कर। മോശയുടെ വടിയും मूसा की लाठी മന്ത്രവാദികളുടെ വടിയും. और वो तांत्रिक की लाठी മന്ത്രവാദികളുടെ വടി और तांत्रिक की लाठी അതും പാമ്പായി. वो भी सांप बन गया। നിന്റെ അധികം നിൽക്കത്തില്ല. लेकिन तेरा ज्यादा टिकेगा नहीं। നിന്റെ പാമ്പിനെ വിടുങ്ങുന്ന പാമ്പായിട്ട് എന്റെ പാമ്പ് മാറാൻ പോകുക. और तेरे सांप को निगलने में मेरा सांप सक्षम है। സകല മന്ത്രവാദിയുടെ പാമ്പിനെ വിടുങ്ങും നീ. सारे तांत्रिक के सर्पों को तू निगल जाएगा। ആ, ओ ഇത് കേട്ടോണം, ഇത് കേട്ടോണം. മോശയുടെ വടി അവിടെയുള്ള സകല പാമ്പുകളെ വിഴുങ്ങി. मूसा की लाठी ने वहां के तमाम सांपों को निगल लिया। വണ്ണവും കൂടിയില്ല, നീളവും കൂടിയില്ല. उसकी लंबाई भी नहीं बढ़ी और मोटाई भी नहीं बढ़ी। പഴയ വടി തന്നെ. पुरानी लाठी। ഒരൊറ്റ ശക്തിയും നിന്നെ തൊടത്തില്ല. एक भी सांसारिक शक्ति तुझे छुएगी नहीं। आमेन। നീ ओ വിഴുങ്ങും. छूए നീ വിഴുങ്ങാൻ പോകുക. और तू निकलेगा। ഇരുട്ടിന്റെ ശക്തികളെ തകർക്കുന്ന അഭിഷേകം നിന്റെ മേൽ വെളിപ്പെടുന്നു. अंधकार की ताकतों को नेस्तो नाबूद करने वाली सामर्थ तेरे ऊपर में। പരാജയത്തെ മാറ്റുന്ന വിജയത്തിന്റെ തീ असफलता को दूर करने वाली विजय की आग ഇപ്പോൾ പ്രവചിച്ചോ. अभी पालो। തീരങ്ങട്ടെ. पाए ഞാൻ എന്റെ വാക്കുകൾ और मैं അവസാനിപ്പിക്കുകയാണ്. अपने वचनों को यहाँ समाप्त करूंगा। മോശയ്ക്കൊരു വിജയമാകുവാൻ കഴിയുമെങ്കിൽ अगर मूसा एक जीत हासिल कर सकता है, റായ്പൂരിലെ സകല അഭിഷക്തന്മാർക്കും വിജയമായി തീരുവാൻ കഴിയും. रायपुर के तमाम लोग जीतने में सक्षम है। റായ്പൂരിലെ സകല വിശ്വാസികൾക്കും വിജയമായി തീരുവാൻ കഴിയും. रायपुर के तमाम विश्वासी लोग जीतने में सक्षम है। അതിനാണ് ഈ തീ ഇവിടെ ഇറങ്ങുന്നത്. इसलिए ये आग यहाँ उतर रही है നിന്റെ മേൽ ഇന്ധനമായി വെളിപ്പെടാൻ പോകുകയാ. और वो तेरे ऊपर ईंधन के रूप में तब्दील होगी। നിന്റെ എഞ്ചിൻ കറങ്ങാൻ പോകുകയാ. तेरा इंजन घूमेगा നിന്നെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. और तुझे कोई रोक भी नहीं पाएगा। നീ പ്രവചിച്ചോ. हालो നീ പ്രവചിച്ചോ. हालो हालो पा लीजिए। इसके बाद में आपको अवसर मिले ना मिले और ये खाना वसीयत दूरी आला रहा शब्द। और ये खाना वसीयत दूरी आला रहा शब्द।